ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് സംസാരിക്കാം. സാർ, ഇവിടെ നമ്മൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ DGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ദൂതനായി 2023 മെയ് 22-ാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു RSS നേതാവിനോടൊപ്പം, അത് അങ്ങ് പറഞ്ഞ RSS നേതാവൊന്നുമല്ല, കോൺഗ്രസ് നേതാവൊന്നുമല്ല, RSS നേതാവ് ഞാൻ പറഞ്ഞ നേതാവിനോടൊപ്പം RSSന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദിർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി. ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ 4-ാം തീയതി. എനിക്ക് ഈ വിവരം കിട്ടി, 1 മാസം കിട്ടി. ശരിയാണോ എന്ന് 100% പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. സാർ, അത് ആദ്യം BJP പ്രസിഡന്റ്, നിങ്ങളുടെ സുഹൃത്ത്, ആദ്യം നിഷേധിച്ചു. സുരേന്ദ്രൻ ഉണ്ടയില്ലാത്ത വെടിയാന്ന് പറഞ്ഞു. RSS നേതാക്കൾ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു, കൊസബല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി 3 കൊല്ലക്കാലം തൃശ്ശൂരിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. CPM നേതാക്കൾ നിഷേധിച്ചു. ചിലര് ചോദിച്ചു, എന്താ അജിത് കുമാർ കണ്ട എന്താ കുഴപ്പം? ഇപ്പൊ മറുപടി പറയാൻ പോണ പാർലമെന്ററി മന്ത്രി അടക്കം പറഞ്ഞു, എന്താ കുഴപ്പം? അദ്ദേഹം പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ, പാർട്ടിക്കാരൻ CPM കാരനല്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ പല കാര്യത്തിലും മറുപടി പറയും, CPM കാരനൊന്നും അല്ലല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞു. സാർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്. 10 ദിവസത്തിനകം അദ്ദേഹം വേറൊരു സീനിയർ RSS നേതാവിനെ കാണുന്നു, റാം മാധവിനെ കാണുന്നു. എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി RSS നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനെ പറഞ്ഞയച്ചത്? അപ്പൊ നിങ്ങൾ പറയും, യെസ്, നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത്. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം, വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല, ഇയാൾ ഒറ്റയ്ക്ക് പോയതാണ്. സർ, മെയ് 23-ാം തീയതി രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ്. ഇന്നലെ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ RSS നേതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. സാർ, മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്യണ്ടേ? പട്ടിൽ പൊതിഞ്ഞ ശകാരം ചെയ്യണ്ടേ? DGPയോട് വിളിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറയണ്ടേ? പറഞ്ഞോ? എന്താ പറയാതിരുന്നത്? എന്താണ് അന്വേഷണ ഉത്തരവിടായിരുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത്. ഇല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ പറയണം, നിങ്ങളുടെ നേതാവാണ്, നിങ്ങളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെപ്പോഴും തുടരല്ലേ? ലോ ആൻഡ് ഓർഡർ അയാളെ കൺട്രോളല്ലേ? ലോ ആൻഡ് ഓർഡർ കൺട്രോളല്ലേ? അയാളെ കൺട്രോളല്ലായിരുന്നോ? 4-ാം തീയതി ഞാൻ ആരോപണം ഉന്നയിച്ചു. 25-ാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇപ്പോഴാണോ പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്? സെപ്റ്റംബർ 25-ാം തീയതി 2023 മെയ് 22-ൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച്, ജൂൺ 1-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്ത് വിളിക്കും? അതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട്, ആ കേസുകൾ ഒത്തുതീർപ്പാക്കണം. അതിന് BJPയുമായി നിയമസഭയിൽ അടിയന്തര പ്രമേയം പരിഗണിക്കുകയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ട അല്പസമയം മുമ്പ് KT ജലീലാണ്. KT ജലീലും സ്പീക്കറും തമ്മിൽ വാക്കേറ്റവും വാക്കുതർക്കവും ഉണ്ടായി. ഒടുവിൽ ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ